ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. വലിയ സാധനങ്ങളൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ടൊരു പാല് നമുക്ക് വേണം, പിന്നെ ഓറിയോ, അത് എണ്ണത്തിനനുസരിച്ചിരിക്കും, എത്ര ആൾക്കാരുണ്ടോ അത്രയും എടുക്കാം. പിന്നെ ഒരു ഡയറി മിൽക്ക് മെൽട്ടാക്കിയത്, ഇത് നമുക്ക് അതിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്ത് ഡിസൈന് വേണ്ടിയോ ടേസ്റ്റിന് വേണ്ടിയോ ഒക്കെ എടുക്കുന്നതാണ്. പിന്നെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറാണ് ഇതിന് നല്ലത്. അപ്പോൾ ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ കയ്യിൽ നടക്കത്തില്ല, അതുകൊണ്ട് എൻ്റെ അനിയത്തിയുടെ കയ്യിൽ കൊടുക്കാം. ഹായ്, നമുക്കിത് ഈ സാധനം വേണം, അതായത് ഈ പാത്രത്തിൻ്റെ ഇടയിൽ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ഒരു ഇഡലി ചട്ടിയിലാണ് ബേക്ക് ചെയ്യുന്നത്, വിത്തൗട്ട് ഓവൻ ആണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെയാണ് തന്നെ. പിന്നെ ചരുവം, ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കാനാണ് ഈ സാധനം വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ചരുവത്തിനകത്ത് നമ്മൾ ബട്ടറല്ല നെയ്യാണ് തേക്കുന്നത്, ബട്ടർ ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഈ ഓറിയോ പൊടിക്കണം. ഇപ്പോൾ പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്നെക്കൊണ്ട് ക്രീമൊന്നും കളയാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ അനിയത്തിനെ ഏൽപ്പിച്ചേക്കുവാണ്. കള നമ്മുടെ ഓറിയോ പൊടിക്കുമ്പോഴത്തേക്കും വീഡിയോ ഒന്ന് സ്റ്റക്കായിപ്പോയി, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ മിക്സിയിൽ നിന്ന് എടുത്തിട്ട് പൊടിക്കാൻ ഇടാം. അപ്പോൾ നമ്മൾ പതുക്കെ പൊടിക്കാൻ ഇടാവേ. 2-3 റൗണ്ട് വേണം, കുറച്ച് ഓറിയോ കൂടുതലായി, പക്ഷെ കുറച്ച് പൊടിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് എളുപ്പത്തിൽ ഇടാമേ. നമ്മുടെ ക്രീമാണ്. ഓക്കെ, നമുക്കതൊക്കെ പൊടിച്ചിടാം. തുറക്കല്ലേ. ഓക്കെ, നമ്മുടെ ഓറിയോ സെറ്റായിട്ടുണ്ട്. നമുക്കിതെല്ലാം എടുത്ത് കോരി വെക്കണം. അപ്പോൾ നമ്മുടെ ഓറിയോ പൊടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പാലൊഴിക്കും, ബേക്കിംഗ് സോഡ ഒഴിക്കും, എന്നിട്ട് നമ്മുടെ ചരുവത്തിൽ നെയ്യ് തേച്ചിട്ട് ഇത് മണ്ടയ്ക്ക് ഒഴിക്കും. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇങ്ങനെ ബാറ്റർ ആക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വെക്കും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ പാൽ ഒഴിക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിനി ബേക്കിംഗ് സോഡ ഇടാം. ഞാൻ പറഞ്ഞല്ലോ, ബേക്കിംഗ് പൗഡറാണ് നല്ലത്, ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇടാൻ പോകണം. ഇച്ചിരി കൂടി പോയോ സംശയം, കുഴപ്പമില്ല. പിന്നെ ഗൈസ്, ഓറിയോ കുറച്ച് കൂട്ടിയിടാം കേട്ടോ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. കുഴപ്പമില്ല, നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതങ്ങോട്ട് നന്നായിട്ട് ഇളക്കാം. ഓക്കെ ഗൈസ്, ഞാനൊരു നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ നെയ്യ് ഇട്ടില്ലായിരുന്നു. കുഴപ്പമില്ല, നമുക്കിനി ഇത് എടുത്ത് മാറ്റിയിട്ട് ഒന്നും കൂടെ നെയ്യൊക്കെ അങ്ങോട്ട് തേച്ച് പുരട്ടിയിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അനിയത്തി ആ ബാറ്റർ എടുത്ത് വേറെ ഏതോ ഒരു പാത്രത്തിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇട്ട് കഴിഞ്ഞ് നമുക്ക് കാണാം. ഗൈസ്, ഞാൻ ഇളക്കി മടുത്ത്, അതുകൊണ്ട് അനിയത്തിനെ കൊണ്ട് ഇളപ്പിക്കുകയാണ്. ഇപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായി ഗൈസ്, പാല് ലേശം കൂടിപ്പോയി, എല്ലാം എൻ്റെ കൗതുകം കൂടിപ്പോയിട്ടാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അനിയത്തി ഇപ്പോൾ നെയ്യ് തേക്കാൻ പോവുകയാണ്. എന്തായാലും ആ ബാറ്റർ നമ്മൾ ബാക്കിയുള്ളത് കളയുന്നില്ല, വെറുതെ എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ അവൾ നെയ്യ് തേച്ചുകൊണ്ടിരിക്കുകയാണ്. തേച്ചോട്ടെ. പിന്നെ നമ്മൾ മെയിൻ പരിപാടിയിലോട്ടാണ് പോകുന്നത്, അതായത് ബേക്കിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പരിപാടിയിലേക്ക് പോയാലോ. നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് ഒഴിക്കുകയാണ്. നൈസായിട്ട് വേണം കേട്ടോ, നൈസായിട്ട്. ഇടുക, നമ്മുടെ ബാറ്റർ സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ആക്കണമെന്ന്. ഇത് നമ്മൾ നേരെ ഇത് ഈ സംഭവത്തിലോട്ടങ്ങ് വെക്കുന്നു. അതായത് ഇതിൻ്റെ ചട്ടിയല്ല, അപ്പച്ചമ്പ്, അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഇത് അപ്പച്ചമ്പല്ല കേട്ടോ, കുറച്ച് മോഡൽ സാധനമാണ്. നമുക്ക് മറ്റേ ഈ സംഭവമില്ല, പുക വരുന്ന സംഭവം, അത്രയും ഒരു മൂടി വെച്ച് അടയ്ക്കണം. എന്നിട്ട് ഗ്യാസ് സ്റ്റവ് കൊണ്ട് കത്തിക്കണം. പിള്ളേർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാനൊരു പിള്ളേരാണ്. അതുകൊണ്ട്
കൊച്ചു പിള്ളേർ ചെയ്യുന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ഗൈഡൻസോടെ ചെയ്യണം. ബേക്ക് ചെയ്യാൻ വെക്കണം ലോ ഫ്ലെയിമിലിട്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്കിനി ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കാണാം. 15 മിനിറ്റ് എങ്ങാണ്ടായി, അല്ലല്ല ഒരു 5 മിനിറ്റ് കാണാം. തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. കരിഞ്ഞ മണമൊന്നുമില്ല കേട്ടോ, നല്ല മണമാണ്. കരിയൊന്നും അറിയില്ല, കുളമായില്ലായിരിക്കുമല്ലേ. അപ്പോൾ ഈർക്കിളി കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഫ്രഷ് ഹൈബ്രിഡ് മാവിൻ്റെ കമ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്കൊന്ന് കൊത്തി നോക്കാം. അമ്മേ കൈവള്ളി ആയിട്ടില്ല ഗൈസ്, അതെനിക്കറിയാം. എന്തായാലും ഒന്ന് പരീക്ഷിക്കാനല്ലേ. അപ്പോൾ ശരിയായി ഗൈസ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് വെച്ചിട്ട് 10-25 മിനിറ്റ് ആയി. കുത്തി നോക്കുമ്പോഴൊക്കെ ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. അപ്പം ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്കിത് തണക്കാനായിട്ട് ഇച്ചിരി തണുത്തോളായിട്ട് ചുറ്റും ഒഴിച്ച് വെക്കാമേ. ഇതാരും ചെയ്യൊന്നും വേണ്ട, പിന്നെ നമ്മൾ പെട്ടെന്ന് തണക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു തുണി എടുത്തേ ഈ സാധനം ഒന്ന് മാറ്റാമേ. അതായത് നമ്മൾ ഈ കേക്ക് ഓക്കെ ഈ സാധനം നമ്മൾ മാറ്റിയല്ലോ ഗൈസ്. ആ സാധനം അതിനകത്തോടെ ഒട്ടിപ്പോയി ഗൈസ്, ഞാൻ കണ്ടില്ല. ഇത് ഗൈസ് നോക്കി. അപ്പം ഗെയ്സേ ഗെയ്സ് ഞാൻ പറയുന്നില്ല കേട്ടോ, ഫ്രണ്ട്സ് മതിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചൂടുള്ള പാത്രത്തിലോട്ട് ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചു. അതങ്ങ് തിളച്ചു. കുഴപ്പമില്ല, നമുക്കിത് കളഞ്ഞിട്ട് കുറച്ച് നേരം ഇതൊന്ന് ചൂടൊക്കെ കളയാൻ വേണ്ടി വെക്കാമേ. നല്ല ചൂടുണ്ട്. ഓക്കെ. അപ്പം ഗൈസ്, നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം. ഓക്കെ, നമുക്ക് ഈ തണുത്ത വെള്ളത്തിലോട്ട് കേക്ക് ഇറങ്ങി വെക്കാമേ. ഈ സാധനം എന്ത് ചെയ്താലും ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുന്ന പോകുന്നില്ല ഗൈസ്. സോറി ഗേസ് അല്ല ഫ്രണ്ട്സ്. ഓക്കെ, സാധനം വന്നിട്ടുണ്ട് ഗേസ്. സോറി ഗേസ് അല്ല ഫ്രണ്ട്സ്. ഓക്കെ, നമുക്കിനി കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, തെറ്റിക്കത്തില്ല, ഗേസ് ഒന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിങ്ങനെ നമ്മൾ വരഞ്ഞു കൊടുക്കുകയാണ്. 2 തട്ടടിച്ചാലും വരുമായിരിക്കണം. വന്നു ഗൈസ്. ചെറിയൊരു കുഴപ്പമുണ്ട്. സീനാക്കട്ടോ, ഇതേ തുള്ളി കഴിക്കാനടാ, അടി വരും. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ആ ക്രീം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മണ്ടക്കോട്ട് വെക്കണം. പിന്നെ നമ്മളൊരു ഡയറി മിൽക്ക് എടുത്ത് വെച്ചായിരുന്നു, മറന്നോ? എടാ മറക്കരുത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പക്ഷേ അതൊക്കെ എങ്ങനെ മറക്കാം. ഡയറി മിൽക്ക് കട്ടാക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നൈസായിട്ട് ഇതിന് മണ്ടക്കോട്ട് അങ്ങോട്ട് ഒഴിക്കാതെ. കിസ്മി ക്ലോസ് യുവർ ഐസ്. സോറി ഗൈസ്, എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഒക്കെ പാട്ട് പാടല്ലേ. ഗൈസ്, ആരും തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ചേട്ടൻ ഇങ്ങനെ പൊട്ട ഡെക്കറേഷൻ ചെയ്യാനേ അറിയത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. ഗേസ് അല്ല, സോറി ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ഗേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗേസ് അല്ല ഫ്രണ്ട്സ്, നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, എൻ്റെ ലുക്കൊന്നും നോക്കിയൊന്നും പറയരുത്. കാരണം നമ്മളിത് ആദ്യമായിട്ടല്ല നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഫ്ലോപ്പായി പോയി ഗേസ്. ഇന്നാണ് നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ റെഡി ആയി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി പപ്പയെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് പപ്പ പറയുന്നത് നോക്കിയിട്ട് നോക്കാം ഗേസ്. നമുക്ക് ഈ ചോക്ലേറ്റൊക്കെ കേക്കിലോട്ടൊന്ന് ആക്കാമേ ഗൈസ്. ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം ഗൈസ്. ഡെക്കറേറ്റ് ചെയ്യുന്ന പണ്ടേ പ്രൊഫഷണൽ ആയിട്ട് കുഴപ്പമില്ല ഗൈസ്. ഇവിടെ എൻ്റെ നിന്ന് തട്ടി വാങ്ങിച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുവാണ് ഗൈസ്. എന്നിട്ട് വേറെ അങ്ങോട്ട് ഓടി നടക്കുവാണ് ഗൈസ്. വൈ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്.
കുഴപ്പമില്ല ഫ്രണ്ട്സ്, ടേസ്റ്റ് ഉണ്ട്. ആദ്യത്തെ കേക്കല്ലേ, അത് ശരിയാക്കാം. മസ്റ്റ് ട്രൈ ഐറ്റം ഒന്നും ഞാൻ പറയുന്നില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം ഗൈസ്. ഒരു ചെറിയ പുകയുടെ ചുവയുണ്ട്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഡയറി മിൽക്കൊക്കെ ഒന്ന് നല്ലപോലെ കോട്ട് ചെയ്യുമ്പോൾ ശരിയാവും. ഞാൻ ഇങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വെച്ചാലേ ശരിയാകുള്ളൂ ഗൈസ്. അതും ശരിയാണ്, പക്ഷേ നമുക്കിതൊക്കെ മതി. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിലെ മറ്റേ മണിയില്ലേ, അതും കൂടെ ഒന്ന് അടിച്ചേക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ.